ഇന്ന് നമുക്കൊരു കേക്ക് ഫ്രോസ്റ്റിംഗ് ആയി വീട്ടിലേക്ക് തന്നെ ആയതുകൊണ്ട് ഞാനിതിൽ എൻ്റെതായ എല്ലാ പരീക്ഷണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിവിയും മാതള നാരങ്ങയും വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. സാധാരണ വാനില കേക്കിന് യൂസ് ചെയ്യുന്ന പോലെ നോർമൽ ഒരു സ്പഞ്ചാണ് ഞാനിവിടെ റെഡിയാക്കി. ഫില്ലിംഗ് ആയിട്ട് കിവി ക്രഷ് ചെയ്ത് കൊടുക്കണോ അതോ മാതള നാരങ്ങ കൊടുക്കണോ എന്നായിരുന്നു പിന്നത്തെ കൺഫ്യൂഷൻ. ലാസ്റ്റ് മാതള നാരങ്ങയിൽ തന്നെ പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചു. പഞ്ചസാരയും മാതള നാരങ്ങയും കൂടി നമ്മളൊന്ന് ബോയിൽ ചെയ്തെടുക്കും. ഇതൊന്ന് ബോയിൽ ആയി കഴിഞ്ഞാൽ ഒരു ക്രഷ് മാതിരി നമുക്ക് കിട്ടും. ഇതാണ് ഞാൻ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തത്. നമ്മുടെ സാധാരണ പ്രൊസീജിയർ പോലെ ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ച് സിറപ്പ് ആഡ് ചെയ്യുക, ക്രീം ആഡ് ചെയ്യുക, ഫില്ലിംഗ് ആയിട്ട് ഈ ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ റിപ്പീറ്റ് 3 ലെയറും ചെയ്തു. ലാസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് ആയതുകൊണ്ട് തന്നെ അധികം അറ്റകുറ്റപ്പണികൾക്കൊന്നും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത് വെച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ആക്കി ഡെക്കറേഷൻ ഫിനിഷ് ആക്കി. അപ്പോൾ നൈറ്റ് ആയിരുന്നു ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് 1 ഡേ സെറ്റ് ആയിട്ട് പിറ്റേ ദിവസമാണ് ഇത് കട്ട് ചെയ്തത്. ചില ആൾക്കാരൊക്കെ പറയും നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമുക്ക് തന്നെ കഴിക്കാൻ വലിയ താല്പര്യം തോന്നില്ല എന്ന്. പക്ഷേ എനിക്ക് കേക്കിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാനായിട്ട്. ഫസ്റ്റ് ടൈമാണ് ഈ കേക്ക് ട്രൈ ചെയ്യുന്നതെങ്കിലും സംഭവം കിടുവായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കണ്ട.